ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഫോട്ടോമെട്രി ടൂൾ ഉപയോഗിച്ച് എങ്ങനെ വൈറ്റ് ബാലൻസ് ചെയ്യാമെന്ന് നോക്കി. ഇന്ന് നമുക്ക് ഫോട്ടോമെട്രി ടൂളിൽ തന്നെ എങ്ങനെ കളർ ഗ്രേഡിങ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ ലാസ്റ്റ് വൈറ്റ് ബാലൻസ് ചെയ്ത് വെച്ചൊരു ഫോട്ടോ ഉണ്ട്. അതായത് പ്രീവിയസ് എപ്പിസോഡിൽ നമ്മൾ ഓൾറെഡി വൈറ്റ് ബാലൻസ് ചെയ്ത് വെച്ചൊരു ഫോട്ടോ ആണിത്. ഇതിൽ നമുക്ക് എങ്ങനെ കളർ ഗ്രേഡിങ് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ സെറ്റിങ്സ് ഓപ്ഷനിലേക്ക് വന്നാൽ താഴേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷനുകളാണ് ഇവിടെ ഉള്ളത്: സെലക്റ്റീവ് കളറും കളർ ബാലൻസും. കളർ ഗ്രേഡിംഗ് എന്ന് പറയുന്നത് ഓരോ യൂസറിൻ്റെ പെർസ്പെക്റ്റീവിനും അതേ സിറ്റുവേഷൻ അനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഞാൻ യൂഷ്വലി ഫോളോ ചെയ്യുന്നൊരു കളർ ഗ്രേഡിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫോട്ടോയിലെ നമുക്ക് ആവശ്യമുള്ള കളറുകളെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് ബാക്കി കളറുകളെ ചെറുതായിട്ടൊന്ന് ഡീസാച്ചുറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ഫോട്ടോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ഗ്രീൻ കളർ ഉണ്ട്, അതേപോലെ യെല്ലോ ടോൺസ് ഉണ്ട്, അതുപോലെ അതേപോലെ നമ്മുടെ മോഡലിൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു മജന്ത കളറിലാണ് വരുന്നത്. അതുപോലെ വാച്ച് ഒരു ഗോൾഡൻ ഷെയ്ഡാണ് വരുന്നത്. നമുക്ക് സബ്ജക്റ്റിനെ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിനെ ഒന്ന് ഡീസാച്ചുറേറ്റ് ചെയ്യാം. അതിനായിട്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെലക്റ്റീവ് കളറിലേക്ക് വരിക. സെലക്റ്റീവ് കളറിൽ വന്നതിന് ശേഷം നമുക്ക് ഈ റെഡ് സെലക്ട് ചെയ്യാം. നമ്മുടെ ഈ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് മജന്ത എന്ന് പറഞ്ഞാൽ ക്ലോസ് ടു റെഡ് ആണല്ലേ. അതുകൊണ്ട് നമുക്ക് റെഡ് സെലക്ട് ചെയ്തിട്ട് ഈ റെഡിൻ്റെ ബ്രൈറ്റ്നസ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. കാരണം എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ്നസ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. കാരണം ഈ ഒരു ഏരിയ, അതായത് നമുക്ക് ഈ മോഡലിൻ്റെ ഡ്രസ്സിൻ്റെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ച് ഷെയ്ഡായിട്ടാണുള്ളത് അല്ലേ. അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു സാച്ചുറേഷനും കൂടി കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്യാം. നമ്മൾ സാച്ചുറേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ സംഭവിക്കും, നമ്മുടെ ഡ്രസ്സ് ഭയങ്കരമായിട്ട് സാച്ചുറേറ്റഡ് ആവുകയാണ്. അപ്പോൾ ഓവർ സാച്ചുറേറ്റ് ആവാതെ ഒരു 5 to 6% നമുക്കൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാം. അടുത്ത് നമുക്ക് ഈ ഗ്രീൻ ഏരിയനെ ഒന്ന് ഡീസാച്ചുറേറ്റ് ചെയ്യാം. അതിനായിട്ട് ആദ്യം ഗ്രീൻ ടാബിലേക്ക് വരാം. നിങ്ങൾക്കിത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് നമുക്ക് എൻ്റയർ റോ ലെയറിന് ഗ്രീൻ റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രം സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സാച്ചുറേഷൻ, അതായത് അതിൻ്റെ ഗ്രീൻ എഫക്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഗ്രീനിൻ്റെ സാച്ചുറേഷൻ കുറയ്ക്കുമ്പോൾ എന്താണ്, മോഡൽ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആവുന്നുണ്ട്, അതേപോലെ ബാക്ക്ഗ്രൗണ്ട് കുറച്ചൊന്ന് ഡൾ ആവുന്നുണ്ട് അല്ലേ. ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ അത്ര ഹൈലൈറ്റഡ് അല്ല, കുറച്ചും കൂടെ നമ്മുടെ ഫോക്കസ് ആയിട്ടിരിക്കുന്നത് നമ്മുടെ മോഡലാണ്. അതുപോലെ നമുക്ക് ഈ ഫോട്ടോയിൽ ഈ ഒരു മരത്തിൻ്റെ ബ്രാഞ്ചസ് വരുന്നൊരു ഏരിയ ഉണ്ടല്ലോ, അതായത് ഓറഞ്ചൊക്കെ ഒന്ന് ഡീസാച്ചുറേറ്റ് ചെയ്യാം. കണ്ടോ, ഇപ്പം നമ്മുടെ ഫോട്ടോയിൽ മോഡലാണിപ്പം അടുത്ത് നിൽക്കുന്നത് അല്ലേ. ഇനിയും ഈ മോഡലിനെ ഒന്നും കൂടി നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ബാക്ക്ഗ്രൗണ്ടിൻ്റെ ടെക്സ്ചറും ക്ലാരിറ്റിയും നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യാം. കണ്ടോ, ബാക്ക്ഗ്രൗണ്ടിൻ്റെ ടെക്സ്ചറും ക്ലാരിറ്റിയും റെഡ്യൂസ് ചെയ്യുമ്പോൾ മോഡലിനെ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആവുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ, ഈ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കും തോറും. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് പോയിൻറ്റിനെ ഒന്ന് ഇൻക്രീസ് ചെയ്യാം. കണ്ടോ, അപ്പോൾ നമ്മൾ ബ്ലാക്ക് പോയിൻറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചേ, ആ ഒരു ആർട്ടിഫിഷ്യാലിറ്റി നമുക്ക് ഒരു ഡെപ്ത്ത് കൂടി ആഡ് ആയിട്ടുണ്ട് അല്ലേ. ഫോട്ടോയ്ക്ക് ഒരു ഡെപ്ത്ത് കൂടി വരുന്നുണ്ട്, അതേസമയം നമ്മുടെ ക്ലാരിറ്റിയും ടെക്സ്ചറും കുറയുകയും ചെയ്തു. ഇനി നമുക്ക് ഈ ഒറിജിനലുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കണ്ടോ, ഇതായിരുന്നു നമ്മുടെ ഒറിജിനൽ ഫോട്ടോ, ഇതാണ് നമ്മുടെ ആഫ്റ്റർ എഡിറ്റ് ഫോട്ടോ. അടുത്തതെന്ന് പറയുന്നത് കളർ ബാലൻസിങ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ ഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ നെറ്റി വരുന്ന ഭാഗം എന്ന് പറയുന്നത് കുറച്ച് ഓവർ ഹൈലൈറ്റഡ് ആണ്. അതുപോലെ റിമൈനിങ് പാർട്സ് നോർമൽ കളർ ടോണിലാണുള്ളത്. ഈ ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സ്കിൻ ടോണിലേക്കും ഈ ഒരു ഏരിയ കുറച്ച് ഓവർ ഹൈലൈറ്റഡ് ആണ്. ഇങ്ങനെയുള്ള കളേഴ്സ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കളർ ബാലൻസ് ഉപയോഗിക്കാം. കളർ ബാലൻസ് ടൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മുൻപേ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്കിവിടെ 3 ബേസിക് കാര്യങ്ങളാണുള്ളത്: ഹൈലൈറ്റ്, മിഡ് ടോൺ, ഷാഡോ. ഈ ഒരു ഫേസ് എടുത്തു കഴിഞ്ഞാൽ ഈ ടോപ്പ് പാർട്ടാണ് ഹൈലൈറ്റ്സ് വരുന്നത്, അതുപോലെ ഈ ഒരു മിഡ് റേഞ്ചിലാണ് മിഡ് ടോൺ വരുന്നത്, അതേപോലെ ഈ ഒരു കഴുത്തിൻ്റെ ഭാഗമായിരിക്കും ഷാഡോ വരുന്ന ഏരിയ. ഈ ആദ്യം നമുക്ക് ഈ ഹൈലൈറ്റഡ് ഏരിയൻ്റെ ഒന്ന് എക്സ്പോഷർ ഒന്ന് കുറയ്ക്കാം അല്ലേ. കുറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മളിപ്പോൾ ഉള്ളത് ബാക്ക്ഗ്രൗണ്ട് ലെയറിലാണ്. നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് ലെയർ സെലക്ട് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഹൈലൈറ്റ് കുറയ്ക്കാം. കണ്ടോ, ഹൈലൈറ്റ് കുറയ്ക്കുമ്പോൾ കണ്ടോ നമ്മുടെ ഹൈലൈറ്റഡ് ആയ ഏരിയ കുറച്ചും കൂടെ സ്കിൻ ടോണ് കറക്റ്റായിട്ട് വരുന്നുണ്ടല്ലേ. നമ്മൾ ഓവർ ചേഞ്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഇമേജ് ന്യൂട്രലൈസ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സബ്ജക്റ്റ് ഭയങ്കരമായിട്ട് ന്യൂട്രലൈസ് ആണ്. അങ്ങനെ ഓവർ ചേഞ്ച് ചെയ്യാതെ ഒരു -8 or 10% ഡിപ്പെൻഡ്സ് ഓൺ ദ ഫോട്ടോ, ഓരോ ഫോട്ടോനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതേസമയം നമ്മൾ ഈ ഒരു കളർ സാച്ചുറേഷൻ കൂട്ടുമ്പോൾ കണ്ടോ, നമ്മുടെ സ്കിൻ ടോൺ ചേഞ്ച് ആവുന്നതാണെന്നുണ്ട് അല്ലേ. കുറച്ച് താഴേക്ക് പോകുന്തോറും വൈറ്റ് ആവുന്നു, മേലേക്ക് തോറും ഒരു യെല്ലോ ടോണിലേക്ക് വരുന്നുണ്ട്. ഈ നോക്കിക്കഴിഞ്ഞാൽ നടുക്കൊരു പോയിൻ്റ് കാണുന്നുണ്ട്. ഈ പോയിൻ്റ് എന്ന് പറയുന്നത് കളർ ബാലൻസിങ് പോയിൻ്റാണ്. ഇത് നമ്മൾ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു ആ ഒരു റേഞ്ചിലേക്കായിരിക്കും നമ്മുടെ ആ സെലക്റ്റഡ് ആയിട്ടുള്ള ഏരിയ, അതായത് ഈ സബ്ജക്റ്റിൻ്റെ കളർ ചേഞ്ച് ആവുന്നത്. ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, കുറച്ചുകൂടെ പിങ്ക് ആവുന്നു. ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു ഗ്രീനിഷ് ഷെയ്ഡ് വരുന്നു, ഒരു ബ്ലൂ ഷെയ്ഡിലേക്ക് പോകുന്നുണ്ട് അല്ലേ.
നമുക്കിപ്പോൾ വേണ്ടത് ഈ ഹൈലൈറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ അതൊരു സാച്ചുറേഷൻ കുറച്ചൊന്ന് കൂട്ടി ആ ഒരു ബ്രൈറ്റ്നസ് ഒന്ന് റെഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ, സോ ഇതായിരുന്നു നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന ഫേസ്. ഇതാണ് നമ്മുടെ ഇപ്പോൾ വരുന്ന ഫേസ്. ഇനി അടുത്ത് നമുക്ക് ഈ മിഡ് ടോണും അതേപോലെ തന്നെ മിഡ് ടോണിൻ്റെ ബ്രൈറ്റ്നസ് ഒന്ന് റെഡ്യൂസ് ചെയ്യാം. അതേപോലെ മിഡ് ടോണിൻ്റെ സാച്ചുറേഷനും ഒന്ന് കൂട്ടാം. നെക്സ്റ്റ് അടുത്തത് വരുന്നത് നമ്മുടെ ഷാഡോ ആണ്. ഷാഡോ വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചാണ് നമുക്ക് ഷാഡോ വരുന്നത്. ഇതിന് നമ്മുടെ സ്കിന്നിൻ്റെ റെസ്റ്റ് ഓഫ് പാർട്ട്, അതായത് മിഡ് ടോണുമായിട്ടൊന്ന് മാച്ച് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്യാം. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഷാഡോൻ്റെ ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്രഷ് ടൂൾ ഉപയോഗിക്കാം. ഒരു ബ്രഷ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ഏരിയ സെലക്ട് ചെയ്യാം. ഞാൻ റഫായിട്ടാണ് സെലക്ട് ചെയ്യുന്നത്, ഞാൻ പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്യുന്നതല്ല. സോ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്യുക. ഞാനത് റഫായിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇനി നമ്മുടെ കളർ ബാലൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ ഷാഡോ തന്നെ ചേഞ്ച് ചെയ്യുമ്പോൾ നോക്കിക്കോ, നമ്മുടെ ആ ഒരു ഫേസിൻ്റെ ആ ഒരു ഏരിയ മാത്രം ചേഞ്ച് ആവുന്നുണ്ടല്ലേ. സോ നമ്മൾ ഓവറായിട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാച്ചസ് കാണാൻ പറ്റും. സോ നമുക്കൊരു മീഡിയം, ഒരു ചെറിയൊരു റേഞ്ചിൽ നമുക്കൊന്ന് ഇൻക്രീസ് ചെയ്യാം. കണ്ടോ, ഇപ്പം ഇനി നമ്മുടെ ഫേസ് ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരുന്നു നമ്മുടെ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഫേസ്. നമ്മുടെ നെക്കിൻ്റെ പാർട്ടേക്ക് ഭയങ്കരമായിട്ട് ഷാഡോ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് ബാലൻസ്ഡ് ആയിട്ടുണ്ട്. സോ ഇനി അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഈ ഒരു ഡ്രസ്സിൻ്റെ സാച്ചുറേഷൻ കൂട്ടിയപ്പോൾ നമ്മുടെ ലിപ്സിൻ്റെ സാച്ചുറേഷൻ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. സോ അതും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഓൾറെഡി ചൂസ് ചെയ്തിരിക്കുന്ന ബ്രഷ് എന്ന് പറഞ്ഞാൽ ഈ റീജിയൻ ഫുള്ളി സെലക്റ്റഡ് ആണല്ലേ. ഇനി നമ്മുടെ കളർ സാച്ചുറേഷനിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ഈ സാച്ചുറേഷൻ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നമ്മുടെ ലിപ്സിൻ്റെ ആ ഒരു എക്സ്ട്രാ വന്ന സാച്ചുറേഷൻ നമുക്കിവിടെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ടോ, നമ്മുടെ ലിപ്സ് ഇപ്പം നോർമൽ ഒരു കളർ ടോണിലേക്ക് വന്നിട്ടുണ്ട്. സോ ഇനി അതേപോലെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഡ്രസ്സിൻ്റെ ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഹൈലൈറ്റഡ് ആണ്. അതേപോലെ ഈ സൈഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഷാഡോ സൈഡാണ്. സോ അതൊന്ന് ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ബ്രഷ് ടൂൾ ഉപയോഗിച്ച് ഈ ഒരു ഏരിയ, അതായത് ഡ്രസ്സിൻ്റെ നെക്സ്റ്റ് ഒരു വരുന്നൊരു ഏരിയ സെലക്ട് ചെയ്യാം. ഈ ഒരു ഏരിയ സെലക്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് കളർ ബാലൻസിൽ വന്നതിന് ശേഷം 3-വേ കളറിൽ ഈ ഷാഡോൻ്റെ ബ്രൈറ്റ്നസ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ആ ഡ്രസ്സിൻ്റെ ആ ഒരു ഏരിയയും കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടുണ്ട്. സോ ഇനി നമ്മുടെ ബിഫോർ ഫോട്ടോയും ആഫ്റ്റർ ഫോട്ടോയും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് അല്ലേ. ഭയങ്കരമായിട്ടൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. സോ ഇനിയൊരു കാര്യം കൂടെ ചെയ്ത് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിനെ ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കളർ ബാലൻസിങ്ങിലല്ല, നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തതിന് ശേഷം നമുക്ക് വിഗ്നേറ്റ് സെലക്ട് ചെയ്യാം. വിഗ്നേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വിഗ്നേറ്റ് നമുക്കൊരു എക്സ്പോഷർ കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റ് കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റഡ് ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇത് കംപ്ലീറ്റ്ലി യൂസർ പെർസ്പെക്റ്റീവ് ഡിപ്പെൻഡ് ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ചെറിയൊരു ടിപ്പാണ്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.